സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വീഴ്ചകളും കുറവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞവർ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ അവൻ്റെ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാമിനെ ദീനായി അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ദീൻ നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. ഇസ്ലാം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ഒരു വിഷയത്തിലും നമുക്ക് മാതൃക കാണിക്കാതെ വിട്ടുകളയുന്നില്ല. അതുകൊണ്ട് എല്ലാ മേഖലകളിലും, ഏത് സാഹചര്യത്തിലും, ഏത് സമയത്തും, ഏത് കാലഘട്ടത്തിലും നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയാണ്. അതിനെ വിട്ടുകൊണ്ട് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സ്വീകാര്യത മുഴുവനും നഷ്ടപ്പെടും. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ചര്യയെ, നടപടിക്രമങ്ങളെ അവൻ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, എന്ന് മാത്രമല്ല അവൻ ആഖിറത്തിൽ പരാജിതരിൽ പെട്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെട്ട് നൽകിയതാണ് അള്ളാഹുവിൻ്റെ ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണ് അള്ളാഹു ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ നടപടിക്രമമാണ് ഇസ്ലാം. അതിലൂടെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത്. മറ്റുള്ള ഒരു വഴിയിലൂടെയും നമ്മൾ സഞ്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല എന്നാണ് അതിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. എല്ലാ നമസ്കാരത്തിലും ഫാത്തിഹയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് നമ്മളെ വഴി നടത്തണേ. അതിൽ രണ്ട് വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായി നമ്മൾ ഫർദ് നമസ്കാരങ്ങളിൽ പറയുകയാണ്. അതുകൂടാതെ സുന്നത്ത് നമസ്കാരങ്ങളിലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗം നമുക്ക് നീ കാണിച്ചു തരണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ മാർഗമല്ല. വലദ്ദാലീൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. കോപിക്കപ്പെട്ടവർ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. അത് യഹൂദികളാണ്. വഴികെട്ടവർ ആരാണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അത് നസാറാക്കളാണ്. അപ്പൊ നസാറാക്കളുടെയും ജൂതന്മാരുടെയും മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നേരായ വഴിയിലൂടെ നമ്മളെ നീ സഞ്ചരിപ്പിക്കണേ എന്നാണ് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവിനോട് നമ്മൾ നമസ്കാരത്തിലൂടെ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അവരുടെ മാർഗങ്ങളെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അവരുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നുണ്ട്. അത് നമ്മുടെ ഇസ്ലാമും നമ്മുടെ ദീനും ഒക്കെ നശിപ്പിക്കപ്പെടാനും അതിന്റെ പ്രകാശം അണഞ്ഞു പോകാനും നാളെ ആഖിറത്തിൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാനും വരെ കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയെ അനുകരിച്ചാൽ അവർ നാളെ ആഖിറത്തിൽ അവരുടെ കൂട്ടത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്, അവരുടെ കൂട്ടത്തിലാണ് നാളെ ആഖിറത്തിൽ നമ്മളെ കൊണ്ടുവരിക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തമ മാതൃകയായി അള്ളാഹു നമ്മളിലേക്ക് അയച്ചു. എല്ലാ മേഖലകളും പ്രവാചകൻ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മാതൃകകൾ കാണാൻ പറ്റും. ഒരു വിഷയത്തെക്കുറിച്ചും പ്രവാചകൻ സൂചിപ്പിക്കാതിരുന്നിട്ടില്ല, പറയാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളെയും വിലയിരുത്താനും അതിലൊക്കെ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഒരു പ്രാവശ്യം തൗറാത്തിലെ ചില വചനങ്ങൾ വന്ന് വായിച്ചു കൊടുക്കുകയുണ്ടായി. പ്രവാചകനോട് പറഞ്ഞു, എന്റെ സഹോദരന്റെ, എന്റെ ഒരു കൂട്ടുകാരന്റെ അടുക്കൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ തൗറാത്തിന്റെ കുറച്ച് വചനങ്ങളാണ്, അത് ഞാൻ തങ്ങൾക്ക് വായിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന് ഉമർ റളിയല്ലാഹു അൻഹു അവർ അത് വായിച്ചു കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കോപം കൊണ്ട് വിവർണമായി. ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തിരുന്ന സഹാബി പറഞ്ഞു, അല്ലയോ ഉമർ, നീ കാണുന്നില്ലേ പ്രവാചകന്റെ മുഖം വിവർണമാകുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് റസൂല. ഞാൻ റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി ഞങ്ങൾ തൃപ്തിപ്പെട്ടതാണ്. എന്നാൽ ഇത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഓഹരിയായി അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്റെ ഓഹരിയാണ്. ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നുണ്ട്. ഇനി മൂസാ നബി അലൈഹിസ്സലാം വന്നാൽ പോലും മൂസാ നബി പോലും എന്നെ പിൻപറ്റണം. അവരുടെ ഗ്രന്ഥത്തിനോ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച കാര്യങ്ങൾക്കോ ഒന്നും ഇനി പ്രസക്തിയില്ല. എന്നിലൂടെ അള്ളാഹു നുബുവത്തിന്റെ പ്രകാശം അവസാനിപ്പിച്ചു, അത് സമ്പൂർണമാക്കി. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, നിങ്ങൾ അതിനെ കളവാക്കണ്ട, അതോടൊപ്പം തന്നെ നിങ്ങൾ അതിനെ സത്യമാക്കുകയും വേണ്ട. അതിൽ സത്യവും കളവും ഒക്കെ കലർന്നിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സത്യത്തിൽ ജൂതന്മാര് പറയുന്നത് എന്താണ്, നസാറാക്കൾ പറയുന്നത് എന്താണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈമാനിന് ഘടകവിരുദ്ധമായ കാര്യമാണ് അവരുടെ സംസാരത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വഖാലത്തുൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറയുകയാണ് ഉസൈർ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ് എന്ന്. വഖാലത്തുൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറയുന്നത് മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്ന്. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് വെറും അവരുടെ നാവ് കൊണ്ടുള്ള അവരുടെ സംസാരം മാത്രമാണ്. അതിനൊന്നും ഒരു അർത്ഥവുമില്ല. യുദാഹിയൂന ഖൗലല്ലദീന കഫറു മിൻ ഖബൽ, മുമ്പ് ജീവിച്ച ആളുകളും ഇങ്ങനെ പലതും അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് പങ്കുകാരുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഒരു വാദമാണ് ഇവരും പറയുന്നത്. അതിലൊരു കഴമ്പില്ല, സത്യമില്ല. ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കട്ടെ, അഥവാ അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ പ്രവർത്തനത്തിന്റെ പേരിൽ. അഥവാ അള്ളാഹുവിന് മകനുണ്ട് എന്നവർ പറയണം. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്നാണ് ക്രൈസ്തവര് പറയുന്നത്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ തന്നെ അള്ളാഹുവരെ ശപിച്ചിരിക്കുകയാണ്. ഖാതലഹുമുല്ലാഹു അന്നാ യുഫക്കൂൻ, എങ്ങനെയാണ് അവര് നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായ ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ നമ്മൾ അറിയാതെ പങ്കെടുക്കുമ്പോൾ, അതിനൊക്കെ ആശംസകൾ നേരുമ്പോൾ നമ്മുടെ ഈമാൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ധാരാളം ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ് വല്ലദീന ലാ യശ്ഹദൂന സൂറ, അവർ കളവിന് സാക്ഷ്യം വഹിക്കുകയില്ല. സാധാരണ ഈ ആയത്ത് നമ്മൾ ഓതി കേൾക്കാറുള്ള ആയത്താണ്. കള്ളസാക്ഷി നിൽക്കാറില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்கள் പറയുന്നത് ഈ ആയത്തിന്റെ അർത്ഥം മുശ്രിക്കീങ്ങളുടെ നസാറാക്കളുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേർന്ന ആ കളവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കലാണ്. അത് ഒരു കളവാണ് അവർ പറയുന്നത്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നത് വ്യക്തമായ കളവാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. അതിനാണ് നമ്മൾ ആശംസ നേരുന്നത്, അതിനാണ് നമ്മൾ സാക്ഷ്യവും വഹിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்கள் പറയുകയുണ്ടായി. സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയെ കുറിച്ചും ഒക്കെ വിശദമായി വിവരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ആ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് വഖാലു തഖദർ റഹ്മാൻ വലദ, അവര് പറയുകയാണ് റഹ്മാനായ പരമകാരുണികനായ അല്ലാഹു മകനെ സ്വീകരിച്ചു എന്ന്. എന്നാൽ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് വളരെ ഗൗരവമുള്ള വാക്കാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പേരിൽ തന്നെ തകാദു സമാവാതു, ആകാശം യതഫത്തർന മിൻഹു, അത് പൊട്ടിപ്പിളർന്നു വീഴാൻ സാധ്യതയുണ്ട്. വതൻഷഖുൽ അർദു, ഭൂമി വിണ്ട് നിങ്ങളെ ആഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്.
അൻദഉ ലിർറഹ്മാനി വലദ, അവര് പറയാണ് അള്ളാഹ്ക്ക് മകനുണ്ട് എന്നവര് വാദിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അള്ളാഹുവിന് ഒരു മകനെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, അതിനെ അള്ളാഹുവിനെ പറ്റിയതല്ല, അങ്ങനെ ഒരിക്കലും അള്ളാഹ് ചെയ്യുകയില്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിന്റെ അടിമകളാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ അടിമകളായിട്ടാണ് നാളെ ആഖിറത്തിൽ വരിക. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും ഒന്നും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ശുപാർശയും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അവരൊക്കെ അടിമകളാണ്, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുള്ള മുഴുവനും അവർക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യമല്ല. എല്ലാ ഖൈറും ശർറും അള്ളാഹുവിന്റെ കയ്യിലാണ്. എത്ര വലിയ ആളാണെങ്കിലും പ്രവാചകനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ആളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ പരിഹസിക്കുന്നതായി നിങ്ങൾ കാണുകയാണ്, അള്ളാഹുവിന്റെ ആയത്തിന്റെ നിർദ്ദേശങ്ങളെ കുഫ്ർ കൊണ്ട് നിഷേധം കൊണ്ട് പരസ്യപ്പെടുത്തുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, നിശ്ചയമായും നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് അൻ ഇദാ സമിഅതും ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണ്, യുക്ഫറു ബിഹാ, അത് നിഷേധിക്കുന്നതായിട്ട്, വയുസ്തഹ്സഉ ബിഹാ, അത് പരിഹസിക്കപ്പെടുന്നതായിട്ട്, ഫലാ തഖൂദു മഅഹും, ഒരിക്കലും നിങ്ങൾ അതിൽ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല, അത് കേൾക്കാൻ പോലും പാടില്ല. ഇപ്പൊ കുറെ യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്, പണം വാങ്ങിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി. അവർക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ഓരോന്നില്ലാത്തതൊക്കെ ഉണ്ടാക്കി വിടലാണ് പണി. ഇത് കേൾക്കാൻ പോലും പാടില്ല, അത് കേട്ടാൽ തന്നെ ഈമാൻ നശിച്ചു പോകും. അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ അത് കേൾക്കരുത്, അത് നിങ്ങൾ അതിന്റെ കൂടെ അത്തരം തിന്മകളിൽ നിങ്ങൾ ഇരിക്കരുത്. ഫലാ തഖൂദു മഅഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അതല്ലാത്ത സംഭാഷണത്തിൽ കാര്യങ്ങളിൽ അവരിടപഴകുന്നത് വരെ അവരോട് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാം. പക്ഷെ ആ ശിർക്കിന്റെ വിഷയത്തിൽ, ആ കുഫറിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് കുഫർ ചെയ്യുന്നതിൽ, അതിനെ പരിഹസിക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾ ആശംസ നേരരുത്, അതിന്റെ കൂടെ നിങ്ങൾ സഹകരിക്കരുത്. ഹത്താ യഖൂദു ഫീ ഹദീസിൻ മിസ്ൽ ഇന്നകും ഇദം മിസ്ലുഹും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തുല്യമാണ്. ഖുർആനാണ്, ഇന്നകും, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മിസ്ലഹും ഇദം മിസ്ലഹും, അവരെ പോലെ തന്നെയാണ് അള്ളാന്റെ അടുക്കൽ, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഈമാനുള്ളവരാണ് നിങ്ങൾ പറയാണ് ബാഹ്യമായിട്ട്, പക്ഷേ അവരുടെ ആ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ നിങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നകും ഇദം മിസ്ലുഹും, നിങ്ങൾ അവരെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹുവിനെ നമ്മളെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബി അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുകരിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അനുകരിച്ചാലേ അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുകയുള്ളൂ. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ധാരാളം പൊറുക്കുന്നവനാണ്, അള്ളാഹു കരുണയുള്ളവനാണ്. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകളെ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനോട് എതിര് പ്രവർത്തിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആയത്തുകളെ പരിഹസിച്ചതിന്റെ പേരിൽ അവർക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ വരുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ചില ശിക്ഷകൾ ദുനിയാവിൽ തന്നെ വരുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ചില പരീക്ഷണങ്ങൾ ദാരിദ്ര്യമായിട്ട്, ഭയമായിട്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഒരു വിഭാഗം ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന, അവർക്ക് എന്തെങ്കിലും ഒരു ഫിത്ന വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് സംഭവിക്കുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ കഴിയും. മുസ്ലിമീങ്ങൾ തന്നെ ഇത്തരം തിന്മകൾ ചെയ്ത്
അവര് കാഫിര്യങ്ങളായി പോവാണ്, മുർത്തദ്ദായി പോവാണ്. ഇന്ന് ഇർത്തിദാദ് വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമൻ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്. ഏതല്ല, എവിടെ അള്ളാഹ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഖുർആനുമായി ബന്ധമില്ല, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ല, അള്ളാഹിന്റെ കാരുണ്യവുമായി ബന്ധമില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ദുനിയാവിന്റെ ഇച്ഛകളിൽ കഴിഞ്ഞുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായാലും അള്ളാഹിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി വേറെ ആളുകൾ അള്ളാഹു കൊണ്ടുവരുമെന്ന് അള്ളാഹു പറയുന്നത്. ഓമൻ യർതദ് മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും മുർത്തദ്ദായി പോകുന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ശിർക്ക് ചെയ്ത്, ബാഹ്യമായി നിങ്ങൾ മുസ്ലിമാന്ന് പറയും ചെയ്യും, പക്ഷെ എല്ലാ ശിർക്കുകളും നിങ്ങൾ ചെയ്യാണ്, എല്ലാ വഴികേടുകളും നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മുർത്തദ്ദായി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ നസാറാക്കളും ജൂതന്മാരും അതുപോലെ തന്നെ ഭൗതികമായി ഒരുപാട് ഉയർന്ന അവസ്ഥയിലുള്ള ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഡെയിലി വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി അവരതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹിന്റെ ദീൻ സ്വീകരിക്കുകയാണ്. അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹു അവരെയും സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പൂർണ്ണമായി 100% ദീനനുസരിച്ചുള്ള ജീവിതം അവർ മുറുകെ പിടിക്കും. യഖാഫൂന ലൗമത ലായിം, ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം അവർ ഭയപ്പെടുന്നില്ല. അവരാരെയും ഭയപ്പെടാതെ 100% ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരും എന്ന് പറയുന്നത് ലോകത്ത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ ക്രൈസ്തവരുടെ ചർച്ചുകൾ തന്നെ അവിടെ ഒഴിവാക്കി അവിടെ പിന്നെ പള്ളിയാക്കപ്പെടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവര് തന്നെ അത് മനസ്സിലാക്കി അള്ളാഹിന്റെ ദീനിലേക്ക് വരുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ അത്തരം ഷിർക്കിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അത്തരം ആഘോഷങ്ങൾക്ക് ആശംസകൾ നേർന്ന് അവര് മുർത്തദ്ദായി പോവുകയാണ്. فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. അള്ളാഹു പറയാണ്, അവര് മുർത്തദ്ദായി പിന്നെ മരിക്കുമ്പോ കാഫിറായിട്ട് മരിക്കുകയാണ്. അവരുടെ എല്ലാ അമലുകളും ദുനിയാവിലും പൊളിഞ്ഞുപോയി, ആഖിറത്തിലും പൊളിഞ്ഞുപോയി. أولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. അവര് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു ഒരു വിഭാഗത്തോടും മോശമായി പെരുമാറാൻ നമ്മളോട് കൽപ്പിക്കുന്നില്ല. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവർക്കും ഗുണം ചെയ്യാനും എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കാനും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശിർക്കിന്റെ എന്തെങ്കിലും ലാഞ്ചനയുള്ള ഒരു വിഷയത്തിൽ ഒരു നിലക്കും നമ്മൾ ആശംസകൾ നേരാനോ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാനോ പാടില്ല. അള്ളാഹു ഇത്രയും വെറുപ്പുള്ള ഒരു കാര്യത്തോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ തന്നെ അവിടെ നമ്മൾ പണയം വെക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത്. ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ എത്യോപ്യയിലേക്ക് പോവുകയുണ്ടായി. എത്യോപ്യയിൽ ഹിജ്റ പോയതാണ്, നബി തങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചതാണ്. അവിടെ ഭരിക്കുന്നത് നജാഷി രാജാവാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ക്രൈസ്തവ ഭരണമുള്ള ഒരു പ്രദേശമാണ്. അവിടെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ആലോചിച്ച് ഇവരെ കിട്ടാൻ വേണ്ടി, ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെ പോയി രാജാവിനോട് പറയുകയാണ്. ഇവര് കുറച്ച് ആൾക്കാരെ മക്കയിൽ നിന്ന് പറഞ്ഞയച്ചു. അവര് രാജാവിന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് രാജാവിനോട് പറഞ്ഞു, ഇവര് നമ്മുടെ നാട്ടിൽ പുതിയ മതം ഉണ്ടാക്കിയ ആളുകളാണ്, ഇവരെ കൊണ്ട് വലിയ ഉപദ്രവമാണ്, ഇവർ നിങ്ങളുടെ മതത്തെയും കുറ്റം പറയുന്ന ആളുകളാണ്, ഈസാ നബിയെയും കുറ്റം പറയുന്ന ആളുകളാണ് എന്നൊക്കെ പലതും പറഞ്ഞപ്പം നജാഷി പറഞ്ഞു അവരിങ്ങോട്ടേക്ക് വിളിക്കാൻ. അങ്ങനെ ജാഫർ റളിയല്ലാഹുവിന്റെ കൂടെ പോയ ആ സംഘത്തെ അവരുടെ രാജസദസ്സിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഓരോ കാര്യങ്ങൾ ചോദിച്ചു, എന്താ പറയുന്നത് നിങ്ങളുടെ ദീന്? അപ്പം പറഞ്ഞു, ഞങ്ങളുടെ ദീൻ ഇന്ന കാര്യം പറയുന്നു, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നുണ്ട്, മദ്യം ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം. ഞങ്ങൾ ശവങ്ങളെ പോലെ അക്രമികളായി ജീവിച്ച ആളുകളായിരുന്നു, ഞങ്ങൾക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു. അവസാനം നജാഷി ചോദിച്ചു, ഞങ്ങളുടെ ഈസാ നബിനെ കുറിച്ച്, ഈസയെ കുറിച്ച്, ഞങ്ങളുടെ മതത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ടോ? ഉടനെ തന്നെ ജാഫർ റളിയല്ലാഹു സൂറത്ത് മറിയം ഓതിക്കൊടുക്കുകയുണ്ടായി. സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റുകൂ മുഴുവനും മറിയം ബീവിയുടെ അവസ്ഥ, പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം അങ്ങനെ വിശദമായി വിവരിക്കുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയം ബീവിയെ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ സ്മരിക്കണം, അത് നിങ്ങൾ പഠിക്കണം.
എന്ന് അള്ളാഹു പറയാണ്. അവര് ഒരു ഇബാദത്തിലായി ഒരു ടെന്റിൽ കഴിഞ്ഞുകൂടി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരിലേക്ക് വന്നു. അവർക്ക് കുഞ്ഞുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അവര് ചോദിച്ചു, എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക? അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലിയ്യ ഹയ്യൻ. അള്ളാഹ്ക്ക് പിതാവില്ലാതെയും കുഞ്ഞിനെ നൽകാൻ കഴിവുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും ഈ കുഞ്ഞിനെ ഒരു ദൃഷ്ടാന്തമാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ പിതാവും മാതാവും ഇല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ പിതാവില്ലാതെ മാതാവിലൂടെ മാത്രം അള്ളാഹ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഗർഭിണിയാവുകയാണ്. ആ പ്രയാസത്തിലും വിഷമത്തിലും അവർ നടക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ അവര് പ്രസവിച്ചു. പിന്നെ അവർക്ക് കൂടുതൽ ബേജാറായി. കാരണം വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രസവിച്ചാൽ എന്താണ് ആളുകൾ പറയുക? കണ്ടപ്പോൾ അവര് പറയും ചെയ്തു, ജൂതന്മാര് പറഞ്ഞു വ്യഭിചാരിയാണ്, വ്യഭിചാരപുത്രനാണ് എന്നൊക്കെ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആക്ഷേപിക്കുകയുണ്ടായി. ആ സമയത്ത് മറിയം ബീവിയോട് അള്ളാഹ് പറഞ്ഞു, നീ ഒന്നും സംസാരിക്കണ്ട, നോമ്പാണെന്ന് പറഞ്ഞാൽ മതി. കാരണം അന്നത്തെ നോമ്പിൽ സംസാരം കൂടി ഇല്ലാത്ത നോമ്പാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. സംസാരിക്കാതിരുന്നാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ സംസാരിക്കാതിരുന്നു. പക്ഷെ അവരുടെ ഉപദ്രവം കൂടിയപ്പോൾ മറിയം ബീവി പറഞ്ഞു, ഈ കുഞ്ഞിനോടനെ നിങ്ങൾ ചോദിച്ചോളി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പ്രസവിച്ച ഉടനെ, സംസാരിക്കാൻ പ്രായമായിട്ടില്ല, അതിനു മുമ്പ് തന്നെ സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എനിക്ക് അല്ലാഹു ഗ്രന്ഥം നൽകി, എന്നെ അല്ലാഹു പ്രവാചകനാക്കി, എന്നോട് അല്ലാഹു നമസ്കരിക്കാൻ കൽപ്പിച്ചു, എന്നോട് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. വബർറം ബിവാലിദതി, എന്റെ ഉമ്മാക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. ഞാൻ അക്രമിയാകാൻ പാടില്ല, ഭാഗ്യം കെട്ടവനാകാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും, ഞാൻ ജനിച്ച ദിവസത്തിലും, ഞാൻ മരിക്കുന്ന ദിവസത്തിലും, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിലുമൊക്കെ എന്റെ മേൽ സമാധാനമാണ് എന്നൊക്കെ സംസാരിച്ച ഒരു സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറയുന്നത് ജാഫർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു അല്ലാഹു ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് മറിയമിന്റെ മകൻ ഈസയുടെ ചരിത്രം. മാ കാന ലില്ലാഹി യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന, ഒരിക്കലും അല്ലാഹു ഒരു മകനെ സ്വീകരിക്കുകയില്ല. അതിൽ എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. ഇദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഉണ്ടായിത്തീരും. അതുകൊണ്ട് അല്ലാഹുവിനോട് ചേർക്കുന്ന വലിയ ശിർക്കാണത്. വഇന്ന അല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദു ഹദാ സിറാത്തും മുസ്തഖീം. എന്നിട്ട് ഈസാ നബി പറഞ്ഞത് വീണ്ടും അല്ലാഹു പറയുകയാണ്, നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹുവാണ്. ഇതാണ് ഈസാ നബി ദഅവത്ത് ചെയ്തത്. വഇന്ന അല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദു. അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. ഇത് കേട്ടപ്പോൾ നജാശി രാജാവ് കരയാൻ തുടങ്ങി. ഈ സൂറത്ത് മറിയമിലെ ഈ റുക്കൂ മുഴുവൻ ഓതിക്കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യമാണ് ഇത് ഓതിയത്, ഇത് തന്നെയാണ് തൗറാത്തിലുമുള്ളത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. അങ്ങനെ ജാഫർ റളിയല്ലാഹുവിന്റെ കൈപിടിച്ച് പരിശുദ്ധമായ കലിമ ചൊല്ലി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. ഇസ്ലാം സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് നമ്മൾ സത്യത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ദഅവത്തും ചെയ്യണം, നമ്മളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. ഇസ്ലാം സമ്പൂർണമാണ്. അത് നമ്മുടെ എല്ലാ മേഖലകളും ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ വായിക്കുകയും അത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അംശം പോലും കലരാത്ത പരിശുദ്ധമായ ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അറഫ മൈതാനിൽ വെച്ച് ഇറങ്ങിയ ആയത്താണ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ എന്റെ ദീനിനെ പൂർണ്ണമാക്കി തരികയാണ്, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തരികയാണ്. സത്യത്തിൽ അള്ളാന്റെ എത്ര വലിയ അനുഗ്രഹമാണ് ഇസ്ലാം, അള്ളാന്റെ ദീൻ. അതിലെല്ലാ വിഷയത്തിലും മാതൃകയുണ്ട്. പക്ഷെ നമ്മളത് ഒഴിവാക്കി മറ്റുള്ളവരുടെ മാർഗങ്ങൾ പിൻപറ്റുന്നതിലൂടെ നമ്മൾ എത്ര വലിയ നന്ദി കെട്ടവരാവുകയാണ്. നമ്മുടെ ഈമാനാണ് നമ്മൾ പണയം വെക്കുന്നത്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഒരു സാഹചര്യത്തിലും ഒരവസരത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിന്ന് ഈമാനോടുകൂടി അള്ളാഹുലേക്ക് മടങ്ങണം. അതിന് അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.